ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയ്ക്കാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത് ജപ്പാൻ സൈക്ര സിറമാണ്. നമ്മുടെ അച്ഛൻ പുറത്തു പോയേക്കാണ്. അപ്പം നമ്മൾ 2023 ഡിസംബറല്ല 2023 പോയതാണ്. അപ്പോൾ 2023 ഡിസംബർ 22-ാം തീയതി അച്ഛൻ ഇവിടെ വന്നിരുന്നു. അപ്പം നമുക്ക് കൊണ്ട് തന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഒരെണ്ണം മാത്രമല്ല, ഈ ഒരു പിങ്ക് കളറിൻ്റെ ഒരു സെറ്റ്, ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു സെറ്റ്, അങ്ങനെ പിങ്കും ഓറഞ്ചും കൂടി സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ പിങ്കിലെ ഈ ജപ്പാൻ സൈക്ര സിറമാണ് ഞാൻ അതിനകത്ത് എടുക്കുന്നത്. ഓറഞ്ചിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഓറഞ്ചിലെ സിറമും തീർന്നിരിക്കുകയാണ്. മറ്റേ ഇതൊരു മുഖത്തൊരു ക്രീം ഉണ്ടായിരുന്നു, അത് ഓറഞ്ചില്ലായിരുന്നു, മഞ്ഞ കളറായിരുന്നു. അത് നമ്മുടെ അച്ഛനൊക്കെ കൊടുത്ത് അത് അച്ഛമ്മ തേച്ച് തീർന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടെണ്ണം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഫേസ് വാഷിൽ ഒരെണ്ണം ചെയ്യാനുള്ളത്, ഒരെണ്ണം നമ്മുടെ ഒരെണ്ണം ഫേസ് വാഷിൻ്റെ കൂടെ ഒഴിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് എഴുതിയേക്കണേ. ഒഴിക്കണയാണോ തിരുമണയാണോ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജപ്പാൻ സൈക്ര സിറം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ മുഖത്തിന് എന്താണ് തരുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടൈറ്റൻ പോറസ്, എവൻ സ്കിൻ ടോൺ, സ്കിൻ റെജുവനേഷൻ, ഇതൊക്കെയാണ് തരുന്നത് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷ് ആക്കി ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ മീനിങ് മലയാളം ആക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു പാടാണ്, മുക്കിക്കഴിഞ്ഞാൽ ഇത് പുറത്ത് വരാൻ പാടില്ല. ചുമ്മാ അങ്ങനെ തേച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ തൽക്കാലത്ത്. പിന്നെ ഈ ഒരു സിറം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കണ്ണിൻ്റെ മീതെ തേക്കരുത് ദയവായിട്ടോ. കണ്ണിൻ്റെ മീതെ തേച്ച് കണ്ണ് ആകെ ഇരിക്കുന്ന വെളുത്ത കണ്ണ് കറുപ്പായി പോയിട്ട് മുഖത്ത് മാത്രമേ തേക്കാൻ പാടുള്ളൂ. കണ്ണിലാണെങ്കിൽ ഇച്ചിരി നമ്മുടെ തേച്ച് കഴിയുമ്പോൾ ഇച്ചിരി വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് തൂക്കല്ല, തൂക്കണം ഇങ്ങനെ ഒന്ന് തൂക്കാം. വേറെ കണ്ണിലോട്ട് ഒഴിക്കാനേ പാടില്ല. അപ്പോൾ നമ്മുടെ ജപ്പാൻ സൈക്ര സിറം തേച്ച് തന്നെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇച്ചിരിയെങ്കിലും ഷൈൻ കിട്ടിയിട്ടുണ്ട് മുഖത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഷൈൻ കിട്ടുന്ന ഫെയർ ആൻഡ് ലവ്ലിയാണ്. നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഇന്ന് ഫെയർ ആൻഡ് ലവ്ലിയാണ് യൂസ് ചെയ്യുന്നത്. പണിയായി ഗൈസ്, ഇത് നോക്കിയേ, ഞാൻ ഒന്ന് ഞെക്കിയതാണ്. ഇപ്പത്തേക്കിനും വെള്ളം പോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ കൈ തൂത്തപ്പോൾ എന്തൊരു ഷൈനാ. നമുക്കിതാ ഇങ്ങനെ എടുത്തേക്കാം. നമുക്കൊന്ന് റബ്ബ് ചെയ്യാം. ഫെയർ ആൻഡ് ലവ്ലി വെച്ചിട്ട് മുഖത്തൊരു ഷൈൻ കണ്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ പിന്നിട്ട നല്ല ഒട്ടലും നല്ല ഷൈനൊക്കെ കിട്ടുന്നൊരു സാധനമാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാജലാണ്. ഞാൻ ഇവിടെ ഒരു ബഡ്സ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഷൈൻ വേണ്ട, കയ്യിലാക്കണ്ട വെറുതെ. ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഒട്ടലുള്ളത് തന്നെ പിരികത്തിലൊക്കെ ഒട്ടലുണ്ട്, അതുകൊണ്ട് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്.
കയ്യിൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഫെയർ ആൻഡ് ലവ്ലി കൂടുതൽ തേക്കാൻ വേണ്ട. അപ്പം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐലൈനർ ആണ്. നമുക്ക് ഐലൈനർ ചെയ്യാം. നമ്മളൊരു കാര്യം വിട്ടുപോയല്ലോ. ഐലൈനറിന് മുമ്പ് നമ്മുടെ ഐ ഷാഡോസ് ഒന്ന് ഇട്ട് വെക്കാതെ. റെഡ് കളറാണ് ഞാൻ ഇടുന്നത്. ഈ റെഡ് കളർ കേട്ടോ. നല്ല കളറല്ലേ. എനിക്ക് ഈ കളർ തന്നെ ലിപ്സ്റ്റിക്കും ഉണ്ട്. നമുക്ക് ബ്ലഷ് ഇടാത്ത ഐ ഷാഡോയും ബ്ലഷും കൂടി ഒരുമിച്ചുള്ളതാണ്. മമ്മാരത്തിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ, വേറെ ഏതോ ഒരു പ്രൊഡക്റ്റ് അല്ല. ഇതെന്താണ്ടൊക്കെ പ്രൊഡക്റ്റാണ്. ഇതാ നല്ല കവിളും തുടുത്തിരിക്കുന്നത്, നമ്മളെ കണ്ണും തുടുത്തിരിക്കണം. അപ്പം ഇനിയാണ് നമ്മുടെ ഐലൈനർ കേട്ടോ. നമുക്ക് ഐലൈനർ അങ്ങോട്ട് തുറന്ന് ഇങ്ങനെയാണ് നമ്മൾ ഐലൈനർ ചെയ്യുന്നത്. കൊളായോ ഗൈസ്? ഇല്ല, കൊളായിട്ടില്ല. ഇപ്പം നന്നായിട്ട് കൊളായി. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പണിവാളിയോ? നമ്മളതേ ഐലൈനർ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഷൈനി, ഭയങ്കര ഷൈനി ആയിപ്പോയി. നമുക്ക് ഒരു പൊട്ട് ഇട്ടോ, ഒരു മിനി പൊട്ട്. ഞാൻ മിനി 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 കുഞ്ഞി 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 പൊട്ടുകളൊക്കെ തുടങ്ങുന്നത്. ഇനി നമുക്ക് കാജൽ വെച്ച് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് എഴുതി കൊടുക്കാം. കയ്യിൽ മൊത്തം ആയിട്ടൊക്കെ എന്നാലും നമുക്ക് തുടച്ചാണ്. പുറകിൽ ആരുമല്ല കേട്ടോ, അച്ചാമ്മയാണ്. നോക്കണ്ട, തൂത്തൊക്കെ കളഞ്ഞ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഒരു ഷേപ്പാണ്. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുള്ള. ഒരു സംശയം, ഐബ്രോസ് ഇച്ചിരി കറുപ്പിക്കാനുണ്ട്. ആ സൈഡിരിക്കുന്ന നേരത്തെ പറ്റിയും സൈഡൊക്കെ. അപ്പം നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടെ എപ്പോഴും എനിക്കിങ്ങനെയാണ് ഐലൈനർ എടുത്തും ജസ്റ്റ് പുറത്തൊരു വര ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടാവും. ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇനിയും വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ടും വരാം. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ബൈ.